നിങ്ങൾക്കറിയാം 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ജർമ്മനിയും ഫ്രാൻസും UK. 2 മാസം മുമ്പ് UK പ്രൈം മിനിസ്റ്റർ കീ സ്റ്റാമർ ബോംബെയിൽ വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു, ടോം ഷാഡോസ് എന്ന് പറയുന്ന വെപ്പൺസ് സൈൻ ചെയ്യുന്നു, നല്ല രീതിയിൽ പോകുന്നു. അദ്ദേഹത്തോട് ഉറപ്പും കൊടുത്തു ഈ ഡിസംബറോടുകൂടി റഷ്യയുമായിട്ടുള്ള ട്രേഡ്, ഓയിൽ ട്രേഡ് നിർത്തും. അതായത് അവർക്കും ഇന്ത്യക്കും താല്പര്യമില്ല വാറ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്ത്യ അതിനെ എൻകറേജ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് പുടിൻ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് യൂറോപ്പിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ പോയതൊന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ല. കാരണം ഇന്ത്യ വരുന്ന ഒരാളെ സ്വീകരിക്കാൻ പോകുന്നു. പക്ഷെ ഓവർ അഡ്യൂസിയാസ്റ്റിക് ആയിട്ട് ഇന്ത്യൻ മീഡിയയും ജനങ്ങളും എല്ലാം കൂടെ പെട്ടെന്ന് നമസ്തേ ട്രംപ് പറഞ്ഞവര് നമസ്തേ പുടിനും ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് ഒരു സ്ഥാനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 25 വർഷം മുമ്പ് ചേരിചേരാ നയം, അതേപോലെ നെഹ്റുവിയൻ പോളിസി, ആ രീതിയിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും മാറിയിട്ട് ഈ അമേരിക്കയുടെ അലയൻസ് പാർട്ട്ണറും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കി. നോക്കുക, അമേരിക്കൻ യൂറോപ്യൻ മീഡിയ ട്രംപിനെ ഭയങ്കരമായിട്ടാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ മോദിയെ ഗ്ലോബൽ ലീഡർ ആക്കിയത്? ഈ മോദിയെ ഇന്ത്യയും വിശ്വസിക്കാൻ കൊള്ളൂ? ഏത് രീതിയിലാണ് ഇവർ റഷ്യയുമായിട്ട് ഈ ബന്ധമുണ്ടാക്കിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. പെട്ടെന്ന് മലയാളിയായ ഒരു കോഴിക്കോട് സ്വദേശിയാണ്, അവർ ഇന്നലെ NDTV ഇന്ത്യ ടുഡേക്കൊക്കെ ഇൻ്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് അഡ്വൈസറാണ്. വളരെ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്, വളരെ റിലയബിളും ക്രെഡിബിളാണ്. അവരിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതായത് ഒരു ബൈറ്റ് കൊടുത്തേക്കാണ് ഒരു ടോക്സിൽ. അവർ പറയുന്നത് അമേരിക്ക ഇന്ത്യയുമാണ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ. ഇന്ത്യയുടെ നേവിയിൽ വലിയൊരു ശതമാനവും അമേരിക്കൻ സാധനങ്ങളും വെസ്റ്റേൺ സാധനങ്ങളല്ലാതെ റഷ്യൻ സാധനങ്ങൾ, കുറച്ച് സബ്മറൈൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം അടുത്തിടയ്ക്ക് സിയോക്സ്, അതായത് അതിൻ്റെ 980 ഏകദേശം 900 മില്യൻ്റെ പ്രോജക്റ്റ്, ഇതാണ് സിയോക്ക് ഹെലികോപ്റ്റർ വാങ്ങാൻ വേണ്ടി ഇന്ത്യ അമേരിക്കയായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്.